ഹായ് സ്റ്റുഡൻസ്, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത ഫസ്റ്റ് സെക്ഷൻ വീഡിയോ ഉണ്ടായിരുന്നു. അതായത് സീരീസ് എക്സാമിൻ്റെ സെക്കൻഡ് സീരീസ് എക്സാമിൻ്റെ പാർട്ട് എ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി ഈ വീഡിയോയിൽ പാർട്ട് ബി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി രണ്ട് വീഡിയോസും കൂടി ഉണ്ട്, അതിൽ കൂടെ ആയിരിക്കും ഫുൾ പാർട്ട് ബി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പാർട്ട് ബിയിൽ 3 സെക്ഷനുണ്ട്. 3 സെക്ഷനിൽ 2 ക്വസ്റ്റ്യൻ വെച്ചിട്ട് അതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എഴുതുക, ഓവറായിരിക്കും. അതിന് 10 മാർക്ക് വെച്ചിട്ട് 30 മാർക്കായിരുന്നു. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. With the help of a diagram, explain the principle of MEMS accelerometer. So fifth question ആണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യന് എ പാർട്ടും ബി പാർട്ടും ആയിട്ട് 2 സെക്ഷൻ ഉണ്ട്. സോ ഓരോ പാർട്ടിനും 5 മാർക്ക് വെച്ചിട്ടാണ്. സോ ഫസ്റ്റ് എ പാർട്ടിൽ ചോദിച്ചിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെംസ് ആക്സിലറോമീറ്ററിൻ്റെ പ്രിൻസിപ്പിൾ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഒരു ഡയഗ്രത്തിൻ്റെ ഹെൽപ്പോടെ. സോ അവിടെ ഡയഗ്രത്തിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഡയഗ്രം ഉപയോഗിച്ചിട്ട് അവിടുത്തെ എക്സ്പ്ലനേഷനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതായിരിക്കും. സോ അതിനുവേണ്ടി ഡയഗ്രത്തിന് ഒരു 2 മാർക്സ് അല്ലെങ്കിൽ മാക്സിമം ഒരു 2.5 മാർക്സും ബാക്കി 2 മാർക്സ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരും. പിന്നെ നമുക്കറിയാം ഇവിടെ മെംസ് ആക്സിലറോമീറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഇക്വേഷൻ ഉണ്ട്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഇക്വേഷനാണ്. കാര്യം ഈ ഇക്വേഷൻ്റെ ബേസിലാണ് അതിൻ്റെ വർക്കിംഗ് നമുക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് അവിടെ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് ഈ ഇക്വേഷനും 1 മാർക്ക് അവിടെ ഡിസ്ട്രിബ്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെംസ് ഞാൻ പറഞ്ഞു മൈക്രോ ഇലക്ട്രോ മെക്കാനിക്കൽ സിസ്റ്റംസ് ആണ്. നമുക്ക് വളരെയധികം ഉപയോഗമുള്ളൊരു സിസ്റ്റമാണ്. ഇതിൽ ആക്സിലറോമീറ്റർ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആസച്ച് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ നമ്മൾ ഏതൊരു വണ്ടിയിലായാലും ഇപ്പോൾ നമുക്കറിയാം എയർ ബാഗ് എന്നുള്ളൊരു ഫെസിലിറ്റി അവൈലബിൾ ആണ്. എന്തെങ്കിലും ഒരു ക്രാഷ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ സഡനായിട്ട് വണ്ടി ഹിറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് എയർ ബാഗ്സ് ഡീപ്ലോയ് ആവും. സോ ഈ ഓട്ടോമാറ്റിക്കായിട്ട് എയർ ബാഗ് ഡീപ്ലോയ് ആവണമെന്നുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ട ഒരു മെക്കാനിസം ഉണ്ടാവും. ആ വണ്ടി ചെന്ന് എവിടെയെങ്കിലും നല്ല രീതിയിൽ പോയി ഹിറ്റ് ചെയ്യുക അല്ലെങ്കിൽ വണ്ടി ക്രാഷ് ആവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് മനസ്സിലാക്കി അതിനനുസരിച്ച് എയർ ബാഗിനെ ഡിപ്ലോയ് ചെയ്യുന്ന സിസ്റ്റമാണ് മെംസ് ആക്സിലറോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ആക്സിലറോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് വണ്ടിയുടെ ആക്സിലറേഷനോ അല്ലെങ്കിൽ ഡീസലറേഷനോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് അതിനനുസരിച്ചായിരിക്കും എയർ ബാഗിനെ ഡിപ്ലോയ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ബേസിക് ആയിട്ടൊരു പ്രിൻസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദി മെംസ് ആക്സിലറോമീറ്ററും വർക്ക് ചെയ്യുന്നത് കപ്പാസിറ്റീവ് പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ്. അല്ലെങ്കിൽ കപ്പാസിറ്റീവ് ടൈപ്പ് ആയിരിക്കും അവർ. അവിടുത്തെ കപ്പാസിറ്റൻസിൻ്റെ ഒരു വേരിയേഷൻ വെച്ചിട്ടായിരിക്കും അവിടുത്തെ ആക്സിലറേഷൻ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ കപ്പാസിറ്റീവ്, പല ടൈപ്പ് ഉണ്ട്, പക്ഷേ കപ്പാസിറ്റീവ് ആണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അതിന് സെൻസിറ്റിവിറ്റി കൂടുതലാണ്. പിന്നെ മറ്റൊരു ഒരു ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മെംസ് ആക്സിലറോമീറ്റേഴ്സ് ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് അല്ല. അതായത് ചെറിയ ടെമ്പറേച്ചർ ആയാലും ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്തായാലും ചൂടുള്ള സമയത്തായാലും 2 സമയത്തും നല്ല രീതിയിൽ ആക്യുറേറ്റ് ആയിട്ടും അതിൽ ഹൈ സെൻസിറ്റീവ് ആയിട്ടും വർക്ക് ചെയ്യുന്ന ഡിവൈസാണ് കപ്പാസിറ്റീവ് ടൈപ്സ് മെംസ് ആക്സിലറോമീറ്റേഴ്സ്. സോ ഇങ്ങനെയുള്ള പിന്നെ കപ്പാസിറ്റൻസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ ടെമ്പറേച്ചറുമായിട്ട് ഡിപ്പെൻഡൻസ് വരത്തില്ല. അതുമാത്രമല്ല ഏത് മെറ്റീരിയലാണ് ബേസ് മെറ്റീരിയലിനെ ഒന്നും അത് ഡിപ്പെൻഡ് ചെയ്യത്തില്ല. സോ കപ്പാസിറ്റൻസ് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താൽ നമുക്കറിയാം അത് ആ ഒരു പർട്ടിക്കുലർ പാരാമീറ്റേഴ്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് നമുക്ക് കപ്പാസിറ്റീവ് ആയിട്ടുള്ള മെംസ് ആയിരിക്കും അഡ്വാൻറ്റേജസ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളപ്പം കപ്പാസിറ്റീവ് ടൈപ്പാണ്. അപ്പോൾ കപ്പാസിറ്റീവ് ടൈപ്പ് ആകുമ്പോൾ ഒബ്വിയസ്ലി അതിൻ്റെ പ്രിൻസിപ്പിൾ ഓഫ് വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കപ്പാസിറ്റൻസ് ചേഞ്ച് ആണെന്ന് ഞാൻ പറഞ്ഞു. ഇനി എങ്ങനെയാണ് കപ്പാസിറ്റൻസ് ചേഞ്ച് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ നമുക്കറിയാം കപ്പാസിറ്റൻസ് C = ε0 എപ്സിലോൺ A/D ആണ്. സോ ε0 നമുക്കറിയാം പെർമിറ്റിവിറ്റി ഫാക്ടേഴ്സാണ്. അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. ഒരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ പെർമിറ്റിവിറ്റി ത്രൂ ഔട്ട് ഏത് കാര്യത്തിനായാലും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. പിന്നെ ഇവിടെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന എയും ഡിയും ആണ്. എ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിൻ്റെ 2 പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കുള്ള പ്ലേറ്റ്സിൻ്റെ ഏരിയയും, ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ്സ് തമ്മിലുള്ള സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡിസ്റ്റൻസ്. സോ ഒബ്വിയസ്ലി നമുക്ക് കപ്പാസിറ്റൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റൻസ് വേരി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുകിൽ പ്ലേറ്റുകളുടെ ഏരിയ വേരി ചെയ്യണം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് വർക്ക് ചെയ്യണം. സോ ഈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ പ്ലേറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ മെംസിൻ്റെ ആക്സിലറോമീറ്റർ വർക്ക് ചെയ്യുന്നത്. സോ ഒന്നെങ്കിൽ ഏരിയ മാറ്റാം അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മാറ്റാം. കൂടുതലും നമ്മൾ സിമ്പിളായിട്ട് പറയുമ്പോൾ അത് ഡിസ്റ്റൻസ് വേരി ചെയ്തിട്ട് കപ്പാസിറ്റൻസ് വേരി ആവുന്ന മെംസ് ആക്സിലറോമീറ്റേഴ്സ് ആയിരിക്കും. സോ ഇതാണ് അതിൻ്റെ ഒരു ഡയഗ്രാം. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു ബേസ് സബ്സ്ട്രേറ്റ് നമുക്ക് കാണാൻ പറ്റും. ഈ സബ്സ്ട്രേറ്റുമായിട്ട് നമുക്കൊരു കണക്ഷനുണ്ട്. അതാണ് നമ്മളുടെ പ്രൂഫ് മാസ് എന്ന് പറയും അല്ലെങ്കിൽ മൂവബിൾ സ്ട്രക്ചർ. സോ നമ്മൾ
ഏറ്റവും സിമ്പിളായിട്ടുള്ള ആക്സിലറോമീറ്ററിനെ നമ്മൾ പറയുന്നത് സിമ്പിൾ 1 ആക്സിസ് ആക്സിലറോമീറ്ററാണ്. പക്ഷേ ഇനി നമ്മൾ ഒത്തിരി അധികം കപ്പാസിറ്റേഴ്സ് യൂസ് ചെയ്യുക, ഓരോ കപ്പാസിറ്ററിനെ നമ്മൾ അലൈൻമെൻറ്റിൽ 90 ഡിഗ്രി സെപ്പറേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആക്സിലറോമീറ്ററിൻ്റെ ആക്സിസ് കൂടുകയും അതിനനുസരിച്ച് അതിൻ്റെ ആക്യുറസിയും സെൻസിറ്റിവിറ്റി കൂടുകയും ചെയ്യുന്നുണ്ട്. സോ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു റഫറൻസിലേക്ക് അല്ലെങ്കിൽ നമ്മളുടെ ഒരു റഫറൻസ് ആയിട്ടുള്ള ഒരു ബേസിലേക്ക് നമ്മൾ പ്രൂഫ് മാസിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ബൈ മീൻസ് ഓഫ് സ്പ്രിങ് ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഇവിടെ കപ്പാസിറ്റൻസ് വേരി ചെയ്യുന്നത് ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നത്. അപ്പോൾ ഡിസ്റ്റൻസ് വേരി ചെയ്യുന്നത് വെച്ചാൽ വണ്ടി ആക്സിലറേറ്റ് ചെയ്യുക ഡീസലറേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഈ പ്രൂഫ് മാസ് മൂവ് ചെയ്യും. ഈ പ്രൂഫ് മാസ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഈ മൂവബിൾ പ്ലേറ്റ്സ് മൂവ് ചെയ്യുകയും സോ ഈ മൂവബിൾ പ്ലേറ്റ്സ് നമ്മൾ വെച്ചിരിക്കുന്നത് ഫിക്സഡ് പ്ലേറ്റ്സിൻ്റെ ഇടയ്ക്കാണ്. സോ മൂവബിൾ പ്ലേറ്റ്സ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫിക്സഡ് പ്ലേറ്റ്സും മൂവബിൾ പ്ലേറ്റ്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേരി ആവുകയും അതിനനുസരിച്ചൊരു കപ്പാസിറ്റൻസ് ഇൻഡ്യൂസ് ആവുകയും ചെയ്യും. സോ എപ്പോഴാണോ വണ്ടിക്ക് ഒരു പെട്ടെന്നൊരു ആക്സിലറേഷനോ അല്ലെങ്കിൽ ഡീസലറേഷനോ ഉണ്ടാകുന്നത് അതിനനുസരിച്ച് ഈ പ്രൂഫ് മാസിന് മൂവ്മെൻ്റ് ഉണ്ടാവുകയും അപ്പോൾ അതിനനുസരിച്ച് അവിടെ കപ്പാസിറ്റൻസ് വേരി ചെയ്യുകയും ഈ കപ്പാസിറ്റൻസിനെ നമ്മളൊരു അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള മെംസിനകത്തുള്ള കൺട്രോളേഴ്സൊക്കെ അനലൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺട്രോൾ യൂണിറ്റ് അതിനെ അനലൈസ് ചെയ്യുക, അത് വെച്ചിട്ട് മനസ്സിലാകാൻ പറ്റും വണ്ടി എന്തെങ്കിലും ആക്സിഡൻറ്റ് ഉണ്ടായോ ഇല്ലയോ, എയർ ബാഗ് ഡീപ്ലോയ് ചെയ്യണോ വേണ്ടേ എന്നുള്ളത് അതിനനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത് അതിൻ്റെ ഒരു ജസ്റ്റ് എക്സ്പ്ലനേഷനാണ്. മൂവബിൾ പ്ലേറ്റ്സും ഫിക്സഡ് പ്ലേറ്റ്സും ആണ് ഇവിടെ കപ്പാസിറ്റർ പ്ലേറ്റ്സ്. സോ ഒന്ന് ആക്സലറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ പ്രൂഫ് മാസ് മൂവ് ചെയ്യുന്നുണ്ട്. പ്രൂഫ് മാസിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് മൂവബിൾ പ്ലേറ്റും ഫിക്സഡ് ആയിട്ടുള്ള പ്ലേറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വേരി ചെയ്യും. സോ അതിനനുസരിച്ച് കപ്പാസിറ്റൻസ് വേരി ചെയ്യും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡിസ്പ്ലേസ്മെൻറ്റ് ഇപ്പോൾ x1 x2 എന്ന് നമ്മൾ ഡിസ്റ്റൻസ് എടുത്തു കഴിഞ്ഞാൽ x1 x2 ഡിസ്റ്റൻസ് വേരി ചെയ്യുക, അതിനനുസരിച്ച് വേണ്ട കപ്പാസിറ്റൻസ് ഉണ്ടാവുകയും അതിനെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് അവിടെ ഉണ്ടായെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇതാണ് മെംസ് ആക്സിലറോമീറ്റർ. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന മെംസിൻ്റെ ആക്സിലറോമീറ്റർ എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റീവ് ടൈപ്പും കപ്പാസിറ്റൻസ് വേരിയേഷൻ എന്നുള്ള പ്രിൻസിപ്പിൾ വെച്ചിട്ടായിരിക്കും വർക്ക് ചെയ്യുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനാണ് ബി പാർട്ടാണ്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബൾക്ക് ഓർ സർഫസ് മൈക്രോ മെഷീനിങ്. സോ ബൾക്ക് മൈക്രോ മെഷീനിങ്ങും സർഫസ് മൈക്രോ മെഷീനിങ്ങും രണ്ടും ഞാൻ മെംസ് മാനുഫാക്ചറിങ് സെക്ഷനകത്ത് പഠിപ്പിച്ചതാണ്. സോ എങ്ങനെയൊക്കെയാണ് നമുക്ക് മെംസിനെ മാനുഫാക്ചർ ചെയ്യാമെന്നുള്ളത് രണ്ടുത്തരമാണ്, ബൾക്കും സർഫസും. സോ എന്താണ് ബൾക്ക്, എന്താണ് സർഫസ്, അതിനെ തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. അപ്പോൾ മിനിമം ഒരു 4 മെയിൻ പോയിൻറ്റ്സ് ഇവിടെ ആവശ്യമാണ്. സോ എന്താണ് ബൾക്ക് മൈക്രോ മെഷീനിങ്? സോ ആദ്യമേ തന്നെ എന്താണ് ബൾക്ക് മൈക്രോ മെഷീനിങ്, എന്താണ് സർഫസ് മൈക്രോ മെഷീനിങ് എന്ന് നോക്കാം. സോ ബൾക്ക് മൈക്രോ മെഷീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വേഫർ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റലൈനോ അല്ലെങ്കിൽ നോൺ ക്രിസ്റ്റലൈനോ ആയിട്ടുള്ള ഒരു മെറ്റീരിയലിനെ എടുക്കുന്നു. ആ മെറ്റീരിയലിൽ നമ്മൾ വേറെ ഒന്നും ചെയ്യത്തില്ല, ആ മെറ്റീരിയലിൽ തന്നെ നമ്മൾ ഓരോന്ന് ചെയ്ത് നമുക്ക് വേണ്ട ഫോമിലേക്ക് ആക്കി എടുക്കുന്നതാണ് ബൾക്ക് മൈക്രോ മെഷീനിങ്. പക്ഷേ സർഫസ് മൈക്രോ മെഷീനിങ് നോക്കിക്കഴിഞ്ഞാൽ നമ്മളൊരു ബേസ് മെറ്റീരിയൽ എടുക്കുന്നു. ഇനി ഈ ബേസ് മെറ്റീരിയലിൻ്റെ മുകളിലേക്ക് നമുക്ക് വേണ്ട സ്ട്രക്ചേഴ്സിനെ പണിഞ്ഞു പോകുന്നതാണ് സർഫസ് മൈക്രോ മെഷീനിങ്. സോ ഒരു ബൾക്ക് ഓഫ് മെറ്റീരിയൽ എടുത്തിട്ട് നമുക്ക് വേണ്ട രീതിയിൽ അതിന് എന്തെങ്കിലും എച്ചിങ് ഒക്കെ നടത്തിയെടുക്കുന്നതിനെ നമ്മൾ ബൾക്ക് മൈക്രോ മെഷീനിങ്ങും, അതേസമയം ചെറിയൊരു സബ്സ്ട്രേറ്റ് എടുത്തിട്ട് അതിന് മേളിൽ നമുക്ക് വേണ്ട സ്ട്രക്ചേഴ്സിനെ കെട്ടിപ്പൊക്കുന്നതാണ് സർഫസ് മൈക്രോ മെഷീനിങ്. ഇനി സെക്കൻഡ് ആയിട്ടുള്ള പോയിന്റ് നമുക്ക് പറഞ്ഞാൽ ബൾക്ക് മൈക്രോ മെഷീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏറ്റവും പഴയ ഒരു ടെക്നോളജിയാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ ബൾക്കായിട്ടൊരു മെറ്റീരിയൽ എടുക്കും. ഇനി അതിനകത്ത് നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും നമ്മളതിനെ കാർവ് ചെയ്തായിരിക്കും എടുക്കുന്നത്. പക്ഷേ സർഫസ് മൈക്രോ മെഷീനിങ്ങിൻ്റെ കേസിൽ നമ്മൾ ഒരു ബേസിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിൻ്റെ മേളിൽ നമുക്ക് വേണ്ട ലെയേഴ്സിനെ ഡെപ്പോസിറ്റ് ചെയ്തായിരിക്കും പോകുന്നത്. സോ ഈ ഒരു പ്രോസസ്സ് നോക്കിക്കഴിഞ്ഞാൽ ഒരു സിലിക്കൺ വേഫർ ആയിരിക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ട സ്ട്രക്ചറൽ ലെയേഴ്സിനെ മേക്ക് ചെയ്യും. ഇനി സ്ട്രക്ചറൽ ലെയേഴ്സിനെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ സാക്രിഫിഷ്യൽ ലെയേഴ്സിനെ യൂസ് ചെയ്യാറുണ്ട്. ഇനി ബൾക്ക് മൈക്രോ മെഷീനിൽ സാക്രിഫിഷ്യൽ ലെയറിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ സർഫസ് മൈക്രോ മെഷീനിങ്ങിൽ സാക്രിഫിഷ്യൽ ലെയേഴ്സും അതേപോലെ സ്ട്രക്ചറൽ ലെയേഴ്സിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകും.
ഇനി എങ്ങനെയാണ് ഈ സ്ട്രക്ചേഴ്സ് ഫോം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ സർഫസ് മൈക്രോ മെഷീനിങ്ങിൽ നമ്മൾക്ക് വേണ്ട ഒരു സിലിക്കൺ വേഫറിനെ നമ്മൾ ആദ്യം എടുക്കും. അതിന് മുകളിലേക്ക് നമുക്ക് വേണ്ട സ്ട്രക്ചർ ലെയേഴ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സോ സ്ട്രക്ചർ ലെയേഴ്സ് ഉണ്ടാക്കാൻ ചിലപ്പോൾ നമുക്ക് ചില സാക്രിഫിഷ്യൽ ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആവശ്യം അവിടെ ഇല്ല. പക്ഷേ നമുക്കൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറച്ച് ലെയേഴ്സാണ്. അപ്പോൾ അവരുടെ ആവശ്യം കഴിഞ്ഞാൽ അവരെ നമ്മൾ അവിടുന്ന് കളയും. അവരെ എച്ച് ചെയ്ത് കളയുന്നതുകൊണ്ട് നമ്മൾ അതിനെ സാക്രിഫിഷ്യൽ ലെയേഴ്സ് എന്ന് പറയും. പക്ഷേ ബൾക്കിനകത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യണമെങ്കിലും ആ ബൾക്ക് മെറ്റീരിയലിനെ എടുത്ത് മാറ്റിയായിരിക്കും നമ്മളവിടെ ചെയ്യുന്നത്. ഇനി ടൈപ്പ് ഓഫ് എച്ചിങ്, നമ്മൾ ബൾക്ക് മൈക്രോ മെഷീനിങ് ആണെങ്കിൽ നമുക്ക് വെറ്റ് എച്ചിങ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. പക്ഷേ സർഫസ് മൈക്രോ മെഷീനിങ്ങിൽ നമ്മൾ ഡ്രൈ എച്ചിങ് ആണ്. സോ വെറ്റ് എച്ചിങ്ങിൻ്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വെറ്റ് എച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു സോൾവെൻറ്റിലേക്ക് ഈ മെറ്റീരിയലിനെ ഡിപ്പ് ചെയ്യത്തേ ഉള്ളൂ. പക്ഷേ ഡ്രൈ എച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മൾ പ്ലാസ്മയോ അല്ലെങ്കിൽ ഗേഷ്യസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും, ഗേഷ്യസ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ അല്ലെങ്കിൽ അയോൺസിനെ ചെന്നിട്ട് ഈ മെറ്റീരിയൽസിലേക്ക് ബൊമ്പാർഡ് ചെയ്യിച്ച് നമുക്ക് വേണ്ടാത്ത സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ വേണ്ടാത്ത ലെയേഴ്സിനെ റിമൂവ് ചെയ്യുന്നതാണ് ഡ്രൈ എച്ചിങ് എന്ന് പറയുന്നത്. സോ ഡ്രൈ എച്ചിങ്ങിൻ്റെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾക്ക് മൈക്രോ മെഷീനിങ്ങിൻ്റെ കേസിൽ ഈ വെറ്റ് എച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂണിഫോം ആയിട്ടായിരിക്കും നടക്കുന്നത്. പക്ഷേ സർഫസ് മൈക്രോ മെഷീനിങ് ഡ്രൈ എച്ചിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അനൈസോട്രോപ്പിക് ആയിരിക്കും, യൂണിഫോം ആയിരിക്കത്തില്ല. ആ ഏത് റീജിയനിലാണോ ചെന്ന് അയോൺസ് ബൊമ്പാർഡ് ചെയ്യുന്നത് അവിടെ മാത്രമായിരിക്കും എച്ചിങ് പ്രോസസ്സ് നടക്കുന്നത്. സോ ഇങ്ങനെയുള്ള അതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഇപ്പം ഹൈ സ്പീഡിലാണ് അയോൺസും ഒക്കെ വന്ന് ബൊമ്പാർഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ആ ഒരു മെറ്റീരിയലിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യാം. സോ ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ നമ്മൾക്ക് സർഫസ് മൈക്രോ മെഷീനിങ്ങിനകത്ത് ഉണ്ടാകും. സോ ഇതുമല്ല, ഇനിയും കുറച്ചുകൂടെ പോയിൻറ്റ്സ് ഞാൻ തന്ന നോട്ട്സിനകത്തുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും വായിച്ച് നോക്കാം. ഇതിലേതെങ്കിലും ഒരു 4 പോയിൻറ്റ്സ് എഴുതിയാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഡു യു മീൻ ബൈ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ? എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ഇൻ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ. സോ 6th ക്വസ്റ്റ്യൻ ആണ്, 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഇതിൽ ചോദിച്ചിരിക്കുന്നത് എന്താണ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ, അതേപോലെ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ്, വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനകത്തുള്ള ഗ്രാഫിക്കൽ പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് ഒരു 4 മാർക്കും, ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് അല്ലെങ്കിൽ വിർച്വൽ പ്രോഗ്രാമിങ്ങിൻ്റെ കോൺസെപ്റ്റിന് 4 മാർക്ക്. അതിനെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റിയാൽ അതിന് എക്സ്ട്രാ മാർക്സ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റ് ചെയ്യുന്നതിന് 2 മാർക്സുമാണ് ഡിസ്ട്രിബ്യൂഷൻ. സോ എന്താണ് ഇനി വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ? വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ നമുക്ക് പറയാവുന്നത് ഒരു പെർട്ടിക്കുലർ ഫീൽഡ് എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഏറ്റവും പണ്ട് ഉപയോഗിച്ചിട്ടിരുന്ന ഹാർഡ്വെയർ ലോജിക്കിനെയൊക്കെ മാറ്റിയിട്ട് എത്രമാത്രം ഹാർഡ്വെയർ കുറയ്ക്കാവോ അത്രയും കുറച്ച് പകരം സോഫ്റ്റ്വെയർസിനെ യൂസ് ചെയ്ത് നമുക്ക് വേണ്ട പ്രോസസ്സുകളെ നടത്തുന്നതിനെയാണ് നമ്മൾ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഹാർഡ്വെയറിന് നമുക്ക് ചില സമയത്ത് എലിമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എങ്കിൽ പോലും മാക്സിമം ഹാർഡ്വെയറിൻ്റെ യൂസേജ് കുറച്ച് സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്ന ടെക്നോളജിയാണ്, ഒരു ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും പിന്നെ സെൻസിങ്ങും, ഈ 3 കാര്യങ്ങളും കൂടെ സംയോജിപ്പിച്ച് നമുക്ക് വേണ്ട ഒരു കൺട്രോൾ ആൻഡ് മോണിറ്ററിങ് ആപ്ലിക്കേഷൻസിന് സഹായിക്കുന്ന സെറ്റ് ഓഫ് ഇൻ്റർ ഡിസിപ്ലിനറി ഫീൽഡാണ് വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒരു വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഇത്ര ബ്ലോക്സ് അവിടെ ഉണ്ടാവും. ഒന്ന് സെൻസർ മൊഡ്യൂൾ, പിന്നെ സെൻസർ ഇൻ്റർഫേസ്, മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഇൻ്റർഫേസ്, പ്രോസസ്സിംഗ് മൊഡ്യൂൾ, ഡേറ്റാബേസ് ഇൻ്റർഫേസ് ആൻഡ് യൂസർ ഇൻ്റർഫേസ്. സോ എന്താണ് സെൻസർ മൊഡ്യൂൾ? സെൻസർ മൊഡ്യൂൾ നമുക്കറിയാം, ബേസിക്കലി സെൻസേഴ്സ് ആയിരിക്കും. ഒരു ഫിസിക്കൽ സിഗ്നലിനെ സെൻസ് ചെയ്ത് അതിനെ നമുക്ക് വേണ്ട ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും സെൻസർ മൊഡ്യൂൾ. സോ മെയിൻലി നമുക്ക് വേണ്ട ഫോം എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ ഫോം ആയിരിക്കും. ഇലക്ട്രിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുകയും പിന്നെ ആ സിഗ്നലിനെ കണ്ടീഷൻ ചെയ്യുകയും അതിനെ ഫർദറായിട്ട് ആംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ആംപ്ലിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഡിജിറ്റൽ ഫോമിലാക്കണമെങ്കിൽ ഡിജിറ്റൽ ഫോമിലാക്കുകയും ചെയ്യുന്ന ഒരു മൊഡ്യൂളാണ് നമ്മുടെ സെൻസർ മൊഡ്യൂൾ. ഇനി സെൻസർ മൊഡ്യൂൾ തരുന്ന ഔട്ട്പുട്ടിനെ നമ്മളൊരു കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഇൻ്റർഫേസാണ് സെൻസർ ഇൻ്റർഫേസ്. സോ നമ്മൾ ഇങ്ങനെ ഒരു സെൻസർ മൊഡ്യൂളിൽ നമുക്ക് കിട്ടുന്ന ഡിജിറ്റൽ ഡേറ്റ സെൻസർ ഇൻ്റർഫേസ് ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് അതിനെ പ്രോസസ്സ് ചെയ്യുകയോ മാനിപ്പുലേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയോ എന്ത് റിക്വയർമെൻ്റ് ആണോ അതിനനുസരിച്ച് ആ ഡേറ്റയെ നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഡേറ്റ നമുക്ക് തിരിച്ച് ഒരു ഹ്യൂമൻ ബീയിങ്ങിന് മനസ്സിലാക്കുന്ന രീതിയിൽ ഡിസ്പ്ലേ ചെയ്യുകയും കൺവേർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ലാസ്റ്റായിട്ടുള്ള പ്രോസസ്സിങ് സ്റ്റേജ് എന്ന് പറയുന്നത്.
പിന്നെ ബയോമെഡിക്കൽ വിർച്വൽ ഇൻസ്ട്രുമെൻസിന് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് നമ്മളുടെ ഫീൽഡിൽ നമുക്ക് ഇൻഡസ്ട്രിയൽ ഫീൽഡിൽ ഉപയോഗിക്കുന്ന പോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്നൊരു ഫീൽഡാണ് ബയോമെഡിക്കൽ ഫീൽഡ്. സോ ബയോമെഡിക്കൽ ഫീൽഡിൽ നമ്മൾ മെഡിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റംസ്, അതായത് ലാബുകളിൽ യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിൽ നമുക്കിതിനെ യൂസ് ചെയ്യാൻ പറ്റും. സോ ഇവിടെ നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പല ഫിസിയോളജിക്കലായിട്ടുള്ള പ്രോസസ്സുകളുടെ സിഗ്നൽസിനെ അല്ലെ വൈറ്റലായിട്ടുള്ള സിഗ്നൽസിനെ അക്വയർ ചെയ്യാനും ആ സിഗ്നലുകളെ മെഷർ ചെയ്യാനും അതിൻ്റെ ഡേറ്റ ഇൻ്റർപ്രറ്റ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും അത് പേഷ്യൻ്റ് റെക്കോർഡായിട്ട് നമുക്ക് സേവ് ചെയ്യാനും വേണ്ടിയിട്ടായിരിക്കും നമ്മൾ വെർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷനെയൊക്കെ ബയോമെഡിക്കൽ ഫീൽഡിൽ ഉപയോഗിക്കുന്നത്. സോ ഇവിടെ ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ടൂൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കുറേ കൂടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് ഹൈലൈറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഒരു ബയോമെഡിക്കൽ ഫീൽഡിൽ യൂസ് വെച്ചിട്ട് നമുക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറയാം. സോ ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന ഗ്രാഫിക്കൽ ടൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലാബ് വ്യൂവും ഒന്ന് ബയോബെഞ്ചും. സോ ലാബ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ലബോറട്ടറി വിർച്വൽ ഇൻസ്ട്രുമെൻറ്റ് എഞ്ചിനീയറിംഗ് വർക്ക് ബെഞ്ചും അതുപോലെ ബയോബെഞ്ചും രണ്ടും നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത് മെഡിക്കൽ ഫീൽഡിലേക്കാണ്. അതുമാത്രമല്ല നമുക്ക് ചെറിയ സിഗ്നൽസിൻ്റെ അനാലിസിസിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗ്രാഫിക്കൽ പ്രോഗ്രാമിംഗ് ടൂളാണ് ലാബ് വ്യൂ. സോ എന്താണ് ലാബ് വ്യൂ എന്ന് നോക്കിക്കഴിഞ്ഞാൽ വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റും അതുപോലെ ഒരു പോപ്പുലർ ആയിട്ടുള്ളൊരു ടൂളാണ് ലാബ് വ്യൂ എന്ന് പറയുന്നത്. സോ പല ഫീൽഡുകളിൽ യൂസ് ചെയ്യും. മെയിൻലി നമ്മളുടെ വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡിലുള്ള സിഗ്നൽസിൻ്റെ സ്റ്റഡീസിനും അതിൻ്റെ സ്റ്റോറേജിനും അതിൻ്റെ കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് നമ്മൾ ലാബ് വ്യൂവിനെ യൂസ് ചെയ്യുന്നത്. സീസ്മോളജിക് ആയിട്ടുള്ളതോ ഓഷ്യനോഗ്രാഫിക് ആയിട്ടുള്ള സിഗ്നൽസ്, അതൊക്കെ വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡ് ജിയോഗ്രാഫിക്കലായിട്ടുള്ള സിഗ്നൽസ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമുക്ക് സെൻസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്, കിട്ടിയാൽ തന്നെ വളരെ ചെറിയ ആംപ്ലിറ്റ്യൂഡുള്ള സിഗ്നൽസാണ്. സോ ഈ സിഗ്നൽസിൻ്റെ എല്ലാം പ്രോസസ്സിങ്ങും കണ്ടീഷനിങ്ങും അതേപോലെ സ്റ്റോറേജ് അനാലിസിസിനും ഒക്കെ സഹായിക്കുന്ന ഒരു ടൂളാണ് ലാബ് വ്യൂ. അതേപോലെ തന്നെ നമുക്ക് ബയോമെഡിക്കൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫീൽഡിൽ യൂസ് ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടൂളാണ് ലാബ് വ്യൂ. ഇനി ലാബ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു പ്രോഗ്രാമിംഗ് പ്ലാറ്റ്ഫോം നോക്കുമ്പോൾ അവിടെ നമുക്കറിയാവുന്ന പോലെ C++ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബേസ്ഡ് ലാംഗ്വേജസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പക്ഷേ ലാബ് വ്യൂ പോലുള്ള സിസ്റ്റംസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു ടൂളിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ ഗ്രാഫിക്കലായിട്ടുള്ള ലാംഗ്വേജാണ്. അതിനെ നമ്മൾ നോർമലി G എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക ലാംഗ്വേജിന്. സോ ഗ്രാഫിക്കലായിട്ടുള്ള ലാംഗ്വേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങളും കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബ്ലോക്ക് ഡയഗ്രാം ആയിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഡേറ്റ ഫ്ലോ വെച്ചിട്ടായിരിക്കും ഒരു ബ്ലോക്കിൽ നിന്ന് മറ്റൊരു ബ്ലോക്കിലേക്ക് എങ്ങനെയാണ് ഡേറ്റ ഫ്ലോ ചെയ്യുന്നത് ഇതിനെ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ലാബ് വ്യൂവിൽ പ്രോഗ്രാം ചെയ്യുന്നത്. സോ ഇതൊരു മൾട്ടി ടാസ്കിങ് ആയിട്ടുള്ള മൾട്ടി ത്രെഡിങ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരിക്കും. സോ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സപ്പോസ് നമ്മളൊരു സിഗ്നലിനെ എടുക്കുന്നു, ഈ സിഗ്നലിനെ ഒന്ന് കണ്ടീഷൻ ചെയ്യണം. സോ ഇത് നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് ലോജിക്കിലാണെന്നുണ്ടെങ്കിൽ നമ്മളതിനെ റൈറ്റ് ചെയ്യും. സിഗ്നലിനെ ഇപ്പോൾ ഒരു C പ്രോഗ്രാമിംഗ് ആണ്, നമ്മളൊരു ഡേറ്റ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ ഇൻറ്റീജർ ഡേറ്റ ആണെന്നുണ്ടെങ്കിൽ ഇൻറ്റെന്നുള്ളൊരു കമാൻഡ് കൊടുക്കും. സോ അപ്പോൾ സിസ്റ്റത്തിന് മനസ്സിലാവും ഇൻറ്റീജർ ഡേറ്റ എടുക്കണം എന്നുള്ളത്. പക്ഷേ ഇവിടെ ലാബ് വ്യൂവിൻ്റെ കേസിൽ നമ്മൾ അതിന് പകരം ഒരു ഇൻപുട്ട് മൊഡ്യൂൾ കൊടുക്കും, ഒരു സെൻസർ മൊഡ്യൂൾ ഇൻപുട്ട് മൊഡ്യൂൾ കൊടുക്കും. അപ്പോൾ ഏത് സെൻസറാണോ അപ്പോൾ ലാബ് വ്യൂവിന് മനസ്സിലാവും ഈ ഒരു ടൈപ്പ് ഇൻപുട്ട് സിഗ്നൽ സെൻസറിൻ്റെ ഇപ്പോൾ ടെമ്പറേച്ചർ സെൻസർ ആണെന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചറാണ് ഇവിടെ ഇൻപുട്ടായിട്ട് വരുന്നതെന്നുള്ളത് ലാബ് വ്യൂവിന് മനസ്സിലാവും. സോ റിട്ടേൺ ടെക്സ്റ്റ് അല്ലാതെ ഗ്രാഫിക്കലായിട്ട് നമ്മൾ ബ്ലോക്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ലാബ് വ്യൂവിനകത്ത് പ്രോഗ്രാം ചെയ്യുന്നത്. ഇതേപോലെ തന്നെ ലാബ് വ്യൂവിൽ നമുക്ക് ഏതൊരു സിസ്റ്റത്തിൽ കാണാവുന്ന പോലെ തന്നെ ഡേറ്റ അക്വയർ ചെയ്യാനും അതിനെ കൺട്രോൾ ചെയ്യാനും അനലൈസ് ചെയ്യാനും സ്റ്റോർ ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും ഒക്കെ ലാബ് വ്യൂ കേപ്പബിളാണ്. സോ ലാബ് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല ഇൻ്റർഫേസിങ് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്, അതേപോലെ പല ഫങ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ മാത്തമാറ്റിക്കലായിട്ടോ സിഗ്നൽ പ്രോസസ്സിംഗ് ആയിട്ടോ അതേപോലെ SQL ADO ഡാറ്റാബേസിനെയൊക്കെ കണക്ടിവിറ്റി, അതേപോലെ പല വയർലെസ് ആയിട്ടുള്ള വയർഡ് സ്റ്റാൻഡേർഡ്സിൻ്റെ കണക്ടിവിറ്റി, അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇൻ്റർഫേസ് ചെയ്യുകയും ഏത് രീതിയിലുള്ള പ്രോസസ്സിംഗ് ചെയ്യാനും സഹായിക്കുന്ന ഒരു വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ പ്ലാറ്റ്ഫോമാണ് ലാബ് വ്യൂ. മെയിൻലി നമ്മൾ സിസ്മോളജിക്കൽ ഓഷ്യനോഗ്രാഫിക്കൽ അതേപോലെ ബയോളജിക്കലായിട്ടുള്ള സിഗ്നൽസിൻ്റെ അനാലിസിസിനും സ്റ്റഡീസിനും കൺട്രോളിനും ഇൻ്റർപ്രിട്ടേഷനും അതേപോലെ ഡാറ്റാബേസ് സ്റ്റോറേജിനും എല്ലാം ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ടൂളാണ് ലാബ് വ്യൂ. ഇനി അടുത്തൊരെണ്ണമാണ് ബയോബെഞ്ച്. സോ ലാബ് വ്യൂവിൻ്റെ ഒരു കേസ് എന്ന് വെച്ചാൽ ലാബ് വ്യൂ വളരെ പോപ്പുലറും വളരെ ഇമ്പോർട്ടൻറ്റും ആയിട്ടുള്ളൊരു വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടൂളാണ്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വരുന്നത് അത് സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുക, അതായത് നമ്മളുടെ ബോഡിയിലെ തന്നെ വൈറ്റൽ സിഗ്നൽസിനെ പറ്റി പഠിക്കാനും അല്ലെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ലാബ് വ്യൂ ഒരു ചെറിയ രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് അതിനെ
ബയോബെഞ്ച് എന്നുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലെ ബയോബെഞ്ച് എന്നുള്ളൊരു ടൂളായിട്ട് നമ്മൾ യൂസ് ചെയ്യും. സോ ഇവിടെ മെയിൻലി എന്താണ് ബയോബെഞ്ചിൻ്റെ ഡ്യൂട്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ഡേറ്റ അക്വയർ ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യുക, അതിനെ ഉപയോഗിച്ചിട്ടുള്ള റിസർച്ചോ അല്ലെങ്കിൽ അതിനുപയോഗിച്ചിട്ടുള്ള എന്താണ് അക്കാഡമിക് ആയിട്ടുള്ള വർക്ക്സോ അല്ലെങ്കിൽ ഒരു പേഷ്യൻറ്റിനെ ഡയഗ്നോസ് ചെയ്യുക അല്ലെങ്കിൽ ഡിസീസിനെ ഡിറ്റക്റ്റ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബയോബെഞ്ച്. സോ ഇത് ലാബ് വ്യൂ ഉണ്ടാക്കുന്നത് നാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. സോ നാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ കൂടെ പ്രിമിസ് എന്നുള്ളൊരു കമ്പനിയും കൂടെ കൊളാബറേറ്റ് ചെയ്തിട്ടാണ് ബയോബെഞ്ച് ഉണ്ടായത്. സോ നാഷണൽ ഇൻസ്ട്രുമെൻറ്റ്സിൻ്റെ ലാബ് വ്യൂ പ്രിമിസ് എന്ന് പറഞ്ഞൊരു കമ്പനിയും കൂടെ കൊളാബറേറ്റ് ചെയ്ത് ബയോബെഞ്ച് ഉണ്ട്. ബയോബെഞ്ച് മെയിൻലി ഫോർ ബയോമെഡിക്കൽ ആപ്ലിക്കേഷനാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് സാധാരണ ലാബ് വ്യൂവിനകത്തൊരു ഇപ്പോൾ സപ്പോസ് ഒരു ECG സിഗ്നൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അവിടെ ഒരു ഇൻപുട്ട് മൊഡ്യൂൾ കൊടുക്കണം. ആ ഇൻപുട്ട് മൊഡ്യൂളിൽ നമ്മൾ കൊടുക്കണം ECG സിഗ്നലിൻ്റെ റേഞ്ച്, ഇത്ര റേഞ്ച് തൊട്ട് ഇത്ര റേഞ്ച് വരെയുള്ള സിഗ്നലിനെ ആയിരിക്കണം എടുക്കണം, ഇത്ര ആംപ്ലിറ്റ്യൂഡ് ഇത്ര ഫ്രീക്വൻസി എന്നുള്ളതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. അത് കഴിഞ്ഞാൽ ഫസ്റ്റ് ബ്ലോക്ക്, സെക്കൻഡ് ബ്ലോക്ക് നമ്മളവിടെ സിഗ്നലിനെ കണ്ടീഷൻ ചെയ്യാൻ അല്ലെ ആംപ്ലിഫൈ ചെയ്യാൻ ഇങ്ങനെയുള്ള ബ്ലോക്ക്സ് അവിടെ ഉപയോഗിക്കണം. പക്ഷേ ബയോബെഞ്ചിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ഓൾറെഡി സേവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. ഇപ്പോൾ ECG, EEG, EMG അങ്ങനെയുള്ള ഏത് ബയോളജിക്കലായിട്ടുള്ള വൈറ്റലായിട്ടുള്ള സിഗ്നൽസിനെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി അതിനകത്ത് സേവ്ഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ടാവും. ആ പ്രോഗ്രാമിനെ നമ്മൾ വേണ്ട സമയത്ത് എടുത്താൽ മാത്രം മതി. ലാബ് വ്യൂവിലാകുമ്പോൾ നമുക്ക് ഏതൊക്കെ സമയത്ത് എന്തൊക്കെ പ്രോഗ്രാം വേണം അത് നമ്മൾ സ്വയമേ ചെയ്യണം. ബയോബെഞ്ച് എന്ന് വെച്ചാൽ മെയിൻലി ഫോർ ബയോമെഡിക്കൽ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് ഏതൊക്കെ ബയോമെഡിക്കൽ സിഗ്നൽസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് കാര്യങ്ങളുണ്ടോ അതിനെല്ലാം ഓൾറെഡി അതിനകത്തുള്ളൊരു പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ സ്റ്റോർഡ് ആയിട്ടുള്ള പ്രോഗ്രാം ഉണ്ട്, നമ്മളത് റൺ ചെയ്താൽ മാത്രം മതി. സോ ഇതാണ് രണ്ട് രീതിയിലുള്ള വിർച്വൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ടൂള്, ലാബ് വ്യൂവും ബയോബെഞ്ചും. സോ താങ്ക് യു.